തൃക്കരിപ്പൂർ ഒളവറയിലെ മരക്കമ്പനിയിൽ വൻ തീപിടുത്തം. 1.5 കോടിയിൽ പരം രൂപയുടെ മരങ്ങളും യന്ത്രസാമഗ്രികളും കത്തിനശിച്ചു. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം. തിങ്കളാഴ്ച പുലർച്ചെയോടെയുണ്ടായ തീപിടുത്തത്തിൽ മരം സൈസ് ചെയ്യുന്ന റീസോ മെഷീൻ, പ്ലെയിനർ എന്നിവയും കെട്ടിടവും 1 കോടിയിൽ പരം രൂപയുടെ മരങ്ങളും മര ഉരുപ്പടികളും കത്തിയമർന്നു. ഇളമ്പച്ചിയിലെ VKP അബ്ദുൾ റഷീദിന്റെ ഉടമസ്ഥതയിലുള്ള പയ്യന്നൂർ തൃക്കരിപ്പൂർ പ്രധാന പാതയോരത്ത് പ്രവർത്തിക്കുന്ന ഒളവറ ബ്രൈറ്റ്വുഡ് ഇൻഡസ്ട്രിയിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്ന് പുലർച്ചെ മരം സൈസ് ചെയ്യുന്ന റീസോ മെഷീന് സമീപത്ത് നിന്നാണ് തീയും പുകയും ഉയർന്നത്. പെട്ടെന്ന് തീ മരത്തടികളിലേക്കും സൈസ് ചെയ്ത മര ഉരുപ്പടികളിലേക്കും ആളിപ്പടരുകയായിരുന്നു. സാമൂഹ്യ പ്രവർത്തകനായ പ്രസാദ് ഒളവറയാണ് അഗ്നിരക്ഷാസേനയിലും സ്ഥാപന ഉടമയെയും വിവരമറിയിച്ചത്. തൃക്കരിപ്പൂർ, പയ്യന്നൂർ, പെരിങ്ങോം, കാഞ്ഞങ്ങാട് നിലയങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന അഗ്നിരക്ഷാസേനയുടെ 7 യൂണിറ്റ് വാഹനങ്ങളിൽ നിന്നും വെള്ളം പമ്പ് ചെയ്താണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. ഇന്നലെ രാത്രി 12:30 ഇവിടെ റീസോന്റെ ഷോർട്ട് സർക്യൂട്ടിലൂടെ ഉണ്ടായ തീപിടുത്തമാണ്. അപ്പോൾ പെട്ടെന്ന് പ്രസാദ് അത് കണ്ടു. അങ്ങനെ പ്രസാദിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് പെട്ടെന്ന് ഫയർ സർവീസ് എത്തി. ഒരു 7 ഭാഗത്താണ്ട് ഫയർ സർവീസിൻ്റെ വണ്ടി വന്നിരുന്നു. അപ്പോൾ രാവിലെ 6 മണി വരെ അത് ഇതാക്കി അണച്ചു ഫയർ സർവീസാണ്. അപ്പം നമ്മളെ മെഷീനും പിന്നെ കുറേ തടിയും സൈസെല്ലാം കത്തി നശിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 കോടി രൂപ നഷ്ടം കണക്കാക്കുന്നു. വലിയ തോതിൽ തീ വ്യാപിച്ചതിനാൽ അഗ്നിരക്ഷാസേനാംഗങ്ങൾ മണിക്കൂറുകൾ നടത്തിയ അധ്വാനത്തിലാണ് തീ അണച്ചത്. തീ പടർന്നു പിടിച്ച് കത്തിയമർന്ന ഷെഡിന് പടിഞ്ഞാറ് ഭാഗത്തായി മര ഉരുപ്പടികൾ തയ്യാറാക്കിയ കെട്ടിടത്തിലേക്ക് തീ പടർന്നിരുന്നുവെങ്കിൽ കോടികളുടെ നാശമുണ്ടാവുമായിരുന്നു. മരക്കമ്പനിക്കടുത്തുള്ള മുറികളിൽ കമ്പനിയിലെ 8 അന്യസംസ്ഥാന തൊഴിലാളികൾ രാത്രിയിലുണ്ടായിരുന്നു. നാട്ടുകാരുടെയും അഗ്നിരക്ഷാസേനയുടെയും ഇടപെടൽ വലിയ ദുരന്തമാണ് ഒഴിവാക്കിയത്. റീസോ മെഷീനിലുണ്ടായ വൈദ്യുത ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക വിവരം. വൈദ്യുത വകുപ്പ് ഇൻസ്പെക്ടറേറ്റിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തിയ ശേഷമാണ് വിശദമായ വിവരം അറിയൂ. ചന്ദേര പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഉറുമി തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.